വിഷുവിനുള്ള ഫോട്ടോയും വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് വേഗം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറേ കൊന്നപ്പൂ പൊട്ടിച്ചിട്ട് വരാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. നമ്മുടെ വീടിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കൊന്നമരമാണ് കേട്ടോ. അതിലെല്ലാം നിറച്ചും പൂ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്താ, നമുക്ക് വഴിയൊന്നും മേടിക്കണ്ടല്ലോ, അവിടെ ചെന്ന് ഫ്രീ ആയിട്ട് കുറേ പൊട്ടിച്ചിട്ട് വരാമെന്നായിരുന്നു കേട്ടോ മനസ്സിലുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും നോക്കിയ മരത്തിലൊന്നും ഒരു പൂ പോലും കണി കാണാനില്ല കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ചേട്ടന്മാരെല്ലാം മരത്തിൻ്റെ മുകളിൽ കയറി എല്ലാം പറിച്ചെടുത്തുകൊണ്ട് പോവുമായിരുന്നു കേട്ടോ. ഇനി എന്ത് ചെയ്യും, വാങ്ങാൻ തന്നെ വിചാരിച്ചു. അപ്പോഴാണ് ഫോട്ടോ എടുക്കണതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ നമുക്കൊരു ഇതായി ഒരു കൊന്നപ്പൂ പിടിച്ചു നിന്നോ ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് തന്നു കേട്ടോ. എന്തായാലും ഇത് കളയണമെന്നില്ല, വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നമുക്ക് വഴി സൈഡിൽ നിന്ന് എവിടെന്നെങ്കിലും കൊന്നപ്പൂ വാങ്ങാം. കൊന്നപ്പൂവിനൊക്കെ ഇപ്പോൾ ഭയങ്കര റേറ്റ് ആണല്ലോ. അച്ഛൻ പറയുന്നത് 200 രൂപയാണെന്നാണ് കേട്ടോ പറയണത്. ഇനി നമുക്ക് കണി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങണം, പച്ചക്കറികൾ വാങ്ങണം. അങ്ങനെ കുറച്ചല്ല ഒരുപാട് പണികളുണ്ട് വീട്ടിൽ ചെന്നിട്ട് കേട്ടോ. വിഷുവിൻ്റെ ഒരു വലിയ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. അതും കൂടെ എല്ലാവരും ഒന്ന് കയറി കാണണം.